ഞെട്ടി ലിവർപൂൾ. ഓക്കെ, തലശ്ശേരിക്കിനി ആകാശക്കാഴ്ച. പോണ്ടേ നമുക്കമ്മേ? പോണം. ഓക്കെ. ഹോർമൂസ് കടലുടക്ക് അടച്ചിടുന്നത് തുടരുമെന്ന്. തുടർന്ന് പോട്ട്, തുടർന്നില്ല പോട്ട്, നമുക്കിതൊന്നൊരു വിഷയമല്ല. അടക്കുവോ തുറക്കുവോ എന്നെങ്കിലും ആകട്ടെ. എന്നാടാ ഈ ഹോർമൂസ് കടലിടുപ്പ് എന്ന് പറഞ്ഞാൽ? അത് ടി വിന്നെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞാലേ സംഭവം വേറെ ഒന്നുമില്ല. സംഭവമുണ്ട്. എൻ്റെ കർമോസും കടലക്കറിയും ഉണ്ട് കുക്കറിൽ. ഞാൻ 1 മിനിറ്റ് വരുന്നു. ഹോർമൂസ് നമുക്ക് പിന്നെ ആക്കാം. ഹലോ പിന്നെ ഇത് നീ എത്ര വിസിൽ വരണം എന്നാ പറഞ്ഞിന്? 3 അല്ലേ? ഒന്ന് വന്നേ. പിന്നെ 8 മണിക്കല്ലേ പിള്ളേർ സ്കൂൾ കൊണ്ടാക്കണ്ടേ? 7:30 ആയില്ലോ, അപ്പോഴത്തേക്കെല്ലാം ആവും. ഞാൻ നോക്കട്ടെ. ഓക്കെ, വെച്ചോ. ഇതെല്ലാം ഒന്ന് അരമണിക്കൂർ ഉണ്ടാവില്ല. ഇതൊന്നും വലിയ മറിക്കുന്ന പണിയെന്നല്ലേ. ഇവിടെ വിചാരി ഇതങ്ങ് വലിയ കാണിക്കൊണ്ട് സംഭവം. പിന്നെ കേട്ടൊന്നുമില്ലേ? ഗ്യാസ് തീർന്നാ? ഇനിയിപ്പോൾ നേരമില്ലല്ലോ. 7:45, 8 മണിയാകുമ്പോഴത്തേക്ക് ആവുക. ഇവിടുന്ന് ഒരു ഗ്യാസ് കിട്ടുക. രമ്യച്ചിനെ വിളിച്ച് നോക്കിയാലോ? ഹലോ രമ്യച്ച്, എന്തല്ല? ഗുഡ് മോർണിംഗ്. ഇല്ല, നീതു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി അല്ലേ? നേരം പോവും. ഇല്ല, പിള്ളേർ പോകാൻ നോക്കുന്നു. 8 മണിക്ക് പോകണം. അതിലിടക്ക് പിന്നെ കൂട്ടാൻ പോക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നടോ. പിന്നെ അതിനാ വിളിച്ചിനി. പിന്നെ നിങ്ങളെടുക്ക് ഒരു ഗ്യാസ് ഉണ്ടോ തൽക്കാലം? ഒരു കുറ്റി. അതെ, 2 കുറ്റി നിങ്ങളെടുക്കില്ലേ? എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നാ? ആന്ന സംഭവം. ഹോർമൂസ് കടലൊക്കെ അടച്ചിട്ടാ? അല്ല, ഒന്നും എടുക്കാനില്ല എനിക്ക്. അതെയാ? എന്നാ നോക്കട്ടെ. ഓക്കെ. എന്ത് ഒലക്കാപ്പി ഹോർമൂസ്? അടുപ്പേ രക്ഷ. പണ്ടല്ലെന്നാ ഇത് ഗ്യാസ് ഉണ്ടായിട്ടാ ആള് തീ പൊന്തിച്ചിനി. മഴ മാറിയിട്ട് നോക്കുമ്പോൾ കത്തൊന്നുമില്ലല്ലോ മാലക്കെട്ട്. അപ്പോൾ നേരമില്ലാത്തവരോ ഓരോന്ന്. ഇതിനി എപ്പോൾ ആക്കാനാന്ന്? ഇതൊന്നും നടക്കുന്ന എനിക്ക് തോന്നില്ല. അയ്യോ എൻ്റെ അപ്പ, നേരവും പെയ്യല്ലോ. ഇതൊരു ഒട്ടയും നടക്കില്ല. 7:55. ഒരു കാര്യം ചെയ്ത് ഇന്ന് പൊറോട്ട കൊടുത്തേക്ക് ഓളറിയില്ലല്ലോ. സ്കൂളിൽ ടിപ്പി ആയതുകൊണ്ട് ടീച്ചർമാർ അറിയണ്ട. ജബ്ബാർക്കാ, പിന്നെ നിങ്ങൾ അർജൻറ്റായിട്ട് ഒരു 4 പൊറോട്ടയും 2 കറിയും ഒരു 2 പാക്കറ്റ് ആക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് അവിടെ കെട്ടിയ ചട്ടപ്പാ. ഞാൻ ഇത് അങ്ങോട്ട് വരുന്നുണ്ട്. നേരമില്ല. അത് 8 മണിക്ക് പിള്ളേർക്ക് സ്കൂൾ ബസ് ഇപ്പം വരും. പീടെ വർക്കായില്ല എന്നാ? 3-4 ദിവസമായ എന്നാ? ഹോർമൂസ് കടലെടുക്ക് അടച്ചോണ്ടാ? യെസ് ഇല്ല. അതെയാ? എന്നാ ഓക്കെ റെഡി. ഇതെന്തെന്നാന്നപ്പം നമ്മളൊരു കർമോസ് അടുപ്പത്തിടുമ്പോഴത്തേക്ക് ഹോർമൂസിന് പ്രശ്നം വന്നേ. ഈ അലാക്കിൻ്റെ ഹോർമൂസ് എന്തെന്നാന്ന് തിരിയാത്തേ? ഞാനിതൊന്നും ചെയ്യണ്ടേ ഇനിയിപ്പോൾ? പിള്ളേരെല്ലാം പോയാടാ? പിള്ളേരെല്ലാം ഇന്ന് ലീവാക്കി. തിരക്കെല്ലാം കഴിഞ്ഞാ? ഇന്നിനങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. എന്നാന്ന്? ഹോർമോസിനെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ, ആ ഹോർമൂസ് കടലെടുക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. സംഭവം വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ കുക്കറിട്ടേച്ച് കർമൂസ് കടലൊക്കെ കറിയും ഇനി വേണ്ടിക്കില്ല. ഹോർമൂസ് കടലിടക്ക് തുറക്കണം. അത്ര മാത്രം ഇപ്പം അമ്മ അറിഞ്ഞാൽ മതി. സുഹൃത്തെ നമസ്കാരം. ഇതൊരു കോമഡി വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ചെറിയൊരു കാര്യം ഉൾപ്പെടുത്തിയത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇപ്പോൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള സംഭവമാണ്. അപ്പോൾ എന്താണ് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളോടെ ആളുകൾ മരണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് പേപ്പർ വായിച്ചിട്ടങ്ങ് പോകും. പക്ഷേങ്കിൽ അത് നമ്മളെ അടുക്കളയിലേക്കും എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലായി വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ രോഗ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ പ്രതിജ്ഞ എടുക്കുന്നവർക്ക് പ്രതിജ്ഞ എടുക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് പ്രയത്നിക്കാം. നമുക്കിനി യുദ്ധമേ വേണ്ട, സമാധാനത്തിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കോമഡി സ്കിറ്റാണ്. അപ്പോൾ
വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് നന്ദി. ഓക്കെ.